ഹായ് ഹലോ. ഇന്ന് ലേബർ ലെജിസ്ലേഷൻ്റെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ട്രേഡ് യൂണിയനിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അങ്ങനെ മാക്സിമം ലേബർ ലെജിസ്ലേഷൻസിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളതും പല എക്സാമുകൾക്കായിട്ട് കേട്ടോ ചോദിച്ചിട്ടുള്ളതും അല്ലാതെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത കുറേ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുകയാണേ. First question, as per the provision contained in the Industrial Dispute Act 1947, establishment employing 100% or more are required to seek prior permission of appropriate government before effecting layoff, retrenchment and closure. അത് ഏത് ചാപ്റ്ററിലാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 5B പറയുന്നത്. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സും നമുക്കൊന്ന് നോക്കിക്കളയാം എന്തൊക്കെയുള്ളത് എന്നുള്ളത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതിൽ. അപ്പോൾ ചാപ്റ്റർ 2 അതോറിറ്റീസ് അണ്ടർ ദിസ് ആക്ട്, പിന്നെ 2A നോട്ടീസ് ഓഫ് ചേഞ്ച്, 2B റെഫറൻസ് ടു ഗ്രീവൻസ് സെറ്റിൽമെൻറ്റ് അതോറിറ്റീസ് ആണ്. പിന്നെ 3 പറയുന്നത് റെഫറൻസ് ആണ് ബോർഡിലേക്കും കോർട്ടിലേക്കും ട്രൈബ്യൂണലിലേക്കുള്ളത്. 4 പ്രൊസീജിയേഴ്സാണ്, പിന്നെ പവറും ഡ്യൂട്ടീസും അതോറിറ്റീസിൻ്റെ. 5 സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്. അപ്പോൾ 5A 5B എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 5A ലേ ഓഫും റിട്രഞ്ച്മെൻറ്റുമാണ്. 5B നമ്മളിപ്പോൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രൊവിഷൻ പറയുന്നത് 100 or more എന്നുള്ള ആ ഒരു പ്രൊവിഷൻ പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ 5B കേട്ടോ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിലേറ്റിംഗ് ടു പേയ്മെൻറ്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസ് ടു ആൻ എംപ്ലോയി സസ്പെൻഡഡ് പെൻഡിങ് എൻക്വയറി ഫോർ ദ ഫസ്റ്റ് 90 days അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ടിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് 1946. അതിൻ്റെ ഉത്തരം 3 വരുന്നത്. 50% ഓഫ് ദി വേജസ് ദ വർക്ക്മാൻ വാസ് എൻറ്റൈറ്റിൽഡ് ടു ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഉത്തരം. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടൊരു ഫാക്റ്റും കൂടി ഓർത്ത് വെക്കുക. ഫസ്റ്റ് 90 days 50%, ആഫ്റ്റർ അത് കഴിഞ്ഞുള്ള 90 days 75% പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിംഗ് ഓർഡർ ആക്ട് 1946 സെക്ഷൻ 10A ആണ് പേയ്മെൻറ്റ് ഓഫ് സബ്സിസ്റ്റൻസ് അലവൻസിനെ കുറിച്ച് പറയുന്നതെന്നും കൂടെ ഓർത്ത് വെക്കുക അതിൻ്റെ കൂടെ കേട്ടോ. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. സ്ക്രീന് ഫുൾ സ്ക്രീൻ ആക്കി വെച്ചാൽ ക്ലിയർ ആവുമോ നോക്കൂ കേട്ടോ. ഇത് പിക്ക് എടുത്തതായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്തോ. പെർമനൻറ്റ് ക്ലോസിംഗ് ഡൗൺ ഓഫ് പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്താണത്? അത് ക്ലോഷറാണ്. ഫെയിലിയർ ഓർ ഇന്നബിലിറ്റി ഓഫ് എൻ എംപ്ലോയർ ടു ഗിവ് എംപ്ലോയ്മെൻറ്റ് ടു എ വർക്ക്മാൻ whose name in born on muster roll due to shortage of coal or power, raw material or accumulation of stock. ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് എംപ്ലോയർ ഇന്നേബിൾ ആവുന്നത് വർക്ക് കൊടുക്കാൻ വേണ്ടി. അതിനെന്താ പറയുക? അത് ലേ ഓഫ് ആണ് അല്ലേ. ഇനി ടെമ്പററി ക്ലോസിംഗ് ഓഫ് എ പ്ലേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ദി സസ്പെൻഷൻ ഓഫ് വർക്ക് ബൈ എംപ്ലോയർ എന്താണ്? അത് റിട്രഞ്ച്മെൻ്റ് ആണ്. ഇനി ടെർമിനേഷൻ ബൈ എംപ്ലോയർ ദ സർവീസ് ഓഫ് വർക്ക്മെൻ ഫോർ എനി റീസൺ അതർവൈസ് ദാൻ ആസ് പണിഷ്മെൻ്റ് ആണെങ്കിൽ അത് ലോക്കൗട്ടും ആണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പഠിച്ചു വെച്ചോട്ടോ. അടുത്തത് ID ആക്ടിലെ ഷെഡ്യൂളുകളാണ് കേട്ടോ. ഷെഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. ഒന്നാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഇൻഡസ്ട്രീസ് വിച്ച് മേ ബി ഡിക്ലെയർഡ് ആസ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആണ്. 2, 3 ഷെഡ്യൂളുകൾ പറയുന്നത് ലേബർ കോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ് ആണ്. 4ാമത്തെ ഷെഡ്യൂൾ കണ്ടീഷൻ ഓഫ് സർവീസ് ഫോർ ചേഞ്ച് ഓഫ് വിച്ച് നോട്ടീസ് ഈസ് ടു ബി ഗിവൺ. ഇനി 5ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന അൺഫെയർ ലേബർ പ്രാക്ടീസ്. ഇത്രയാണ് ID ആക്ടിലെ ഷെഡ്യൂളുകൾ ഡീൽ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിലിയേഷൻ എന്ത് തരം മെത്തേഡാണെന്നാണ്? മീഡിയേറ്റ് ആൻഡ് പെർസുവേഡ് ദ പാർട്ടീസ് ടു കം ആൻ അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോർട്ട് ഓഫ് ഇൻക്വയറി അണ്ടർ ID ആക്ടിൽ കൺക്ലൂഡ് ഇറ്റ്സ് പ്രൊസീഡിംഗ് വിത്തിൻ പീരീഡ് ഓഫ് 6 months ആണ് പറയുന്നത്. ബോർഡ് ഓഫ് കൺസിലിയേഷൻ അണ്ടർ ID ആക്ട് മേ കൺസിസ്റ്റ് ഓഫ് 3 or 5 persons എന്നാണ് ഉത്തരം. ഇനി അടുത്തത് ദ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് 1 or more ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ഫോർ അഡ്ജുഡിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. അത് ഏത് ഷെഡ്യൂളിലാണ്? നമ്മളിപ്പോൾ ഷെഡ്യൂൾ ഓൾറെഡി പറഞ്ഞു, 2nd or 3rd ഷെഡ്യൂൾ എന്ന് പറയുന്നുണ്ട്. 22-23 സെക്ഷൻ ID ആക്ടിൽ ഡീൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്സ് ആണ് ഉത്തരം. നെക്സ്റ്റ്, വർക്ക്സ് കമ്മിറ്റി ഈസ് എന്ത് തരം ബോഡിയാണെന്ന് വെച്ചാൽ ബൈ പാർട്ടേറ്റ് ബോഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസിലിയേഷൻ ഓഫീസർ ജനറലി കൺക്ലൂഡ് ഹിസ് പ്രൊസീഡിംഗ് വിത്തിൻ 14 days. കൺസിലിയേഷൻ ഓഫീസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്? കലക്റ്റീവ് ബാർഗെയിനിങ് ആണ് ID ആക്ടിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്തത്.
Next, till what period from the conclusion of adjudication proceedings a workman cannot go on strike under ID Act? എത്രയാണെന്ന് ചോദിച്ചാൽ 2 months ആണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഓഫ് സ്ട്രൈക്ക്? സ്ട്രൈക്കിൻ്റെ എലമെൻ്റ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ എലമെൻ്റ് ആയത് ഏതൊക്കെയാണ് അത് പഠിച്ചു വെച്ചോ. സെസേഷൻ ഓഫ് വർക്ക് ബൈ എ ബോഡി ഓഫ് പേഴ്സൺ അണ്ടർ എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. ഇത് മൂന്നും എന്താണ്? ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. ഫോർ എ ജെന്യൂൺ റീസൺ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് പറയുന്നില്ല. ഇൻ എ സിറ്റുവേഷൻ ടു ബി കോൾഡ് എ സ്ട്രൈക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് മസ്റ്റ് ബി പ്രസൻറ്റ്? സ്ട്രൈക്കിൽ എന്തൊക്കെ പ്രസൻറ്റ് ആയിരിക്കണം എന്ന് ചോദിച്ചാൽ പ്ലൂരാലിറ്റി ഓഫ് വർക്ക്മാൻ, സെസേഷൻ ഓഫ് വർക്ക് ഓർ റെഫ്യൂസൽ ടു കണ്ടിന്യൂ ടു വർക്ക്, ആക്ടിങ് ഇൻ കോമ്പിനേഷൻ ഓർ കൺസേൺഡ് ആക്ഷൻ അണ്ടർ എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. ഇത് മുഴുവൻ എന്തായിരിക്കണം? സ്ട്രൈക്കായിട്ട് ഉള്ള എലമെൻറ്റ്സ് ആണ് എന്നുള്ളത് പറയാം കേട്ടോ. അടുത്തത് വൈൽഡ് കാറ്റ് സ്ട്രൈക്ക് മീൻസ് എന്താണ്? വൈൽഡ് കാറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ഡിക്ലെയർഡ് സഡൻലി ആൻഡ് വിത്തൗട്ട് പ്രയർ നോട്ടീസ് ആണ് വൈൽഡ് കാറ്റ് സ്ട്രൈക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് പെർ ദി ID Act സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട് ഇൻ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് വിൽ ബി ലീഗൽ ഓൺലി വെൻ. എപ്പോഴൊക്കെയാണ് ലീഗൽ ആവുന്നത്? ഇതൊന്ന് ഫുൾ സ്ക്രീൻ ചെയ്ത് വെക്കുക. എനിക്ക് ഫുൾ സ്ക്രീൻ ചെയ്യുമ്പോൾ എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് പിന്നെ ID Actൽ സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട് പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൽ ലീഗൽ ആവുന്നത്? ഉത്തരം ഓൾ ദ എബോവ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കുക. എ റിട്ടൺ നോട്ടീസ് ഓഫ് സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട് ഈസ് ഗിവൺ വിത്തിൻ 6 weeks ഓഫ് സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട് ആൻഡ് നോട്ട് റിസോർട്ടിംഗ് ടു സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട് വിത്തിൻ 14 days ഓർ ഗിവിംഗ് സച്ച് എ നോട്ടീസ് ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് കൺസിലിയേഷൻ പ്രൊസീഡിങ്സ് ബിഫോർ എ കൺസിലിയേഷൻ ഓഫീസർ ആൻഡ് 7 days ആഫ്റ്റർ ദ കൺക്ലൂഷൻ ഓഫ് സച്ച് പ്രൊസീഡിങ്സ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ അത് ലീഗലാണ് സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായത് ഏത് എന്നാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെയാണ്. ദ നോട്ടീസ് ഓഫ് ലോക്കൗട്ട് അല്ലെങ്കിൽ സ്ട്രൈക്ക് ഷാൽ നോട്ട് ബി നെസസറി വേർ ദർ ഈസ് ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ് എ സ്ട്രൈക്ക് ഓർ ആസ് മേ ബി ഇൻ കേസ് ഓഫ് ലോക്കൗട്ട് ഇൻ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്. പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൽ ഓൾറെഡി എക്സിസ്റ്റൻസ് ആണെങ്കിൽ നോട്ടീസിൻ്റെ ആവശ്യമില്ല. അത് ശരിയാണ്. എ ലോക്കൗട്ട് ഡിക്ലെയർഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് എൻ ഇല്ലീഗൽ സ്ട്രൈക്ക് ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ഇല്ലീഗൽ. ഇല്ലീഗൽ സ്ട്രൈക്കിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഒരു ലോക്കൗട്ട് ആണെങ്കിൽ അത് ഇല്ലീഗൽ ആവണം എന്നില്ല. അത് ശരിയാണ്. എ ലോക്കൗട്ട് ഡിക്ലെയർഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് എൻ ഇല്ലീഗൽ ലോക്കൗട്ട് ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ഇല്ലീഗൽ. അതും ശരിയാണ്. ഇനി തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്, എ സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട് മേ ബി ഡിക്ലെയർഡ് ഈവൻ ബിഫോർ ദ ഡേറ്റ് മെൻഷൻഡ് ഇൻ ദി നോട്ടീസ്. അത് തെറ്റാണ് കേട്ടോ. ഇനി അടുത്തത് തെറ്റായ പ്രസ്താവനയാണ് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ ദർ ഈസ് നോ നീഡ് ഓഫ് ഗിവിംഗ് നോട്ടീസ് ഇൻ നോൺ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അണ്ടർ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അടുത്തത്, അക്കോർഡിംഗ് ടു ദ കോഡ് ഓഫ് ഡിസിപ്ലിൻ ദർ ഷുഡ് ബി നോ സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട് വിത്തൗട്ട് എ നോട്ടീസ്. അതും ശരിയാണ്. നോ സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട് ഇൻ എ നോൺ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ക്യാൻ ബി ഡിക്ലെയർഡ് ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് കൺസിലിയേഷൻ പ്രൊസീഡിങ്സ് ബിഫോർ എ കൺസിലിയേഷൻ ഓഫീസർ. അത് തെറ്റാണ് കേട്ടോ. നോ സ്ട്രൈക്ക് ഓർ ലോക്കൗട്ട് ഇൻ എ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അങ്ങനെ പറ്റില്ല എന്നില്ല. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇതിൽ ഈ ഒരു ഭാഗത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യമാണ്, സ്ട്രൈക്കും ലോക്കൗട്ടും പബ്ലിക് യൂട്ടിലിറ്റി സർവീസിലും നോൺ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിലും ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അതായത് കണ്ടീഷൻസ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇപ്പം തന്നെ എഴുതി വെക്കുക, എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ക്ലിയർ ആവും. അടുത്തത് ലേ ഓഫ് എന്നുള്ളൊരു ഭാഗത്തു നിന്നാണ്. ജനറൽ പ്രൊവിഷൻ റിഗാർഡിംഗ് ലേ ഓഫ് ആർ ഗിവൺ ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഇൻ ചാപ്റ്റർ 5A കേട്ടോ. ജനറൽ പ്രൊവിഷൻ. ഇനി ലേ ഓഫ് അപ്ലൈ ടു എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് 50 workers ആർ എംപ്ലോയിഡ് ആൻഡ് വിച്ച് ആർ നോട്ട് എ സീസണൽ ക്യാരക്ടർ. സീസണൽ ക്യാരക്ടർ ആവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് 50 workmen എംപ്ലോയിഡ് ആയിരിക്കണം. അവിടെയാണ് ലേ ഓഫ് ജനറലി അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അടുത്തത്, ദ പീരീഡ് ഓഫ് 1 year ഓഫ് കണ്ടിന്യൂസ് സർവീസ് അണ്ടർ ID Act എന്താണ് മീൻ ചെയ്യുന്നത്? 1 year ഓഫ് കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞാൽ 240 days സർവീസ് ഇൻ എ ഇയർ. ഒരു ഇയറിൽ 240 days സർവീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എവർ എ വർക്ക്മാൻ ഈസ് ലെയ്ഡ് ഓഫ് അണ്ടർ ID Act ദ എംപ്ലോയർ വിൽ പേ ഹിം ലേ ഓഫ് കോമ്പൻസേഷൻ വിച്ച് വിൽ ബി ഇക്വലൻ ടു ലേ ഓഫ് കോമ്പൻസേഷൻ ഏതിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ 50% ഓഫ് ടോട്ടൽ ബേസിക് വേജ് ആൻഡ് ഡിയർനെസ് അലവൻസ്.
ടോട്ടൽ വേജിൻ്റെയും ഡിയർനെസ് അലവൻസിൻ്റെയും 50% തുല്യമായിരിക്കും ലേ ഓഫ് കോമ്പൻസേഷൻ. അടുത്തത്, ഇൻ വിച്ച് ദ ഫോളോയിങ് സിറ്റുവേഷൻ ലേ ഓഫ് കോമ്പൻസേഷൻ ഷാൽ നോട്ട് ബി പെയ്ഡ് ടു എ വർക്ക്മാൻ പെയ്ഡ് ചെയ്യാൻ വേണ്ടാത്ത സാഹചര്യം. അതായത് ഉത്തരത്തിൽ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തത്. ഇഫ് ഹി റിഫ്യൂസസ് ടു അക്സെപ്റ്റ് എനി ആൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ സെയിം എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇഫ് ഹി ഡസ് നോട്ട് പ്രസൻറ്റ് ഹിംസെൽഫ് അറ്റ് വർക്ക് പ്ലേസ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, if such laying off is due to strike or showing down of production, ഈ മൊത്തം സാഹചര്യത്തിലും വർക്ക്മാന് ലേ ഓഫ് കോമ്പൻസേഷൻ പേ ചെയ്യണ്ട എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേർ ദ സ്പെഷ്യൽ പ്രൊവിഷൻ റിഗാർഡിംഗ് ലേ ഓഫ് അപ്ലൈ, സ്പെഷ്യൽ പ്രൊവിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവരുത്? നോ വർക്ക്മാൻ ഷാൽ ബി ലെയ്ഡ് ഓഫ് ബൈ ഹിസ് എംപ്ലോയർ എക്സെപ്റ്റ് വിത്ത് ദി പ്രിയർ പെർമിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അടുത്തത്, പ്രിയർ പെർമിഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഷാൽ നോട്ട് ബി നെസസറി ഇൻ ലേ ഓഫ് ഈഫ്, പ്രിയർ പെർമിഷൻ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ 3 പറയുന്നുണ്ട്. ഉത്തരം ഓൾ ദി എബോവ് എന്നാണ്. അപ്പോൾ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സച്ച് ലേ ഓഫ് ഈസ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് പവർ ആണെങ്കിൽ, ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് മൈൻ ഡ്യൂ ടു ഫയർ, ഫ്ലഡ്, എക്സസ് ഓഫ് ഇൻഫ്ലേമബിൾ ഗ്യാസ് ഓർ എക്സ്പ്ലോഷൻ, ഈ കാരണത്തിലാണെങ്കിൽ പ്രിയർ പെർമിഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എവരി വർക്ക്മാൻ ഹൂസ് നെയിം ഈസ് ഇൻ വൺ മസ്റ്റ് റോൾ ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മസ്റ്റർ റോളിൽ പേരുണ്ട്. ഇനി ഹൂ പ്രസൻറ്റ് ഹിംസെൽഫ് ഫോർ വർക്ക് അറ്റ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അയാൾ വരികയും ചെയ്തു. ഷാൽ ബി ഡീംഡ് ടു ബി ലെയ്ഡ് ഓഫ് ആയിട്ട് കണക്കാക്കും. ഇഫ് ദ എംപ്ലോയർ ഡസ് നോട്ട് പ്രൊവൈഡ് ഹിം വർക്ക്, അഥവാ എംപ്ലോയർ വർക്ക് പ്രൊവൈഡ് ചെയ്തില്ല. താഴെ കൊടുത്തിരിക്കുന്നത് വിത്തിൻ 2 hours ഓഫ് ഹിസ് പ്രസൻറ്റ്, 4 hours ഓഫ് ഹിസ് പ്രസൻറ്റ്, വിത്തിൻ 6 hours ഓഫ് ഹിസ് പ്രസൻസ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് ചെയ്ത് 2 hours വർക്ക് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ ലെയ്ഡ് ഓഫ് ആയിട്ട് കണക്കാക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലേ ഓഫ് ഈസ് ഡിക്ലെയർഡ് ഇൻ കേസ് ഓഫ് സർപ്ലസ് ലേബർ ആണോ? അല്ല. വെൻ വർക്കർ ത്രെറ്റൻ ടു ഗോ ഓൺ സ്ട്രൈക്ക്? അല്ല. ആൻസർ സി ആണ്. ഫെയിലിയർ ഓഫ് പവർ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് ലേ ഓഫ് ഡിക്ലെയർ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് വർക്ക്മാൻ ക്യാൻ ബി ലെയ്ഡ് ഓഫ് ഡ്യൂറിങ് എനി പീരീഡ് ഓഫ് 12 months അണ്ടർ ദി ഐ ഡി ആക്ട് എത്രയാണ്? 12 months 45 days ആണ് കേട്ടോ ഉത്തരം. അടുത്തത് സെയിം ചോദ്യമാണ്. ഇന്നബിലിറ്റി ടു ഗീവ് എംപ്ലോയ്മെൻറ്റ് ടു എ വർക്ക്മാൻ ഓൺ അക്കൗണ്ട് ഓഫ് ഷോർട്ടേജ് ഓഫ് കോൾ, പവർ ഓർ റോ മെറ്റീരിയൽസ് ഓർ അക്യുമുലേഷൻ ഓഫ് സ്റ്റോക്ക്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ലേ ഓഫ്. ഇനി അൺഫെയർ ലേബർ പ്രാക്ടീസ്, പിന്നെ അവാർഡ് ആൻഡ് സെറ്റിൽമെൻറ്റ്, പിന്നെ ട്രേഡ് യൂണിയൻ്റെ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതെല്ലാം കൂടിയായിട്ട് ഒരു 2-3 പാർട്ടും കൂടെ 10-15 മിനിറ്റിൻ്റെതും കൂടെ ക്ലിയർ ചെയ്താൽ ലേബർ ലെജിസ്ലേഷൻ കംപ്ലീറ്റ് ആയി. ഇന്ന് നൈറ്റോടും നാളെ രാവിലത്തോടും കൂടിയിട്ട് ഞാനതിടാം. പിന്നെയുള്ളത് ചെറിയൊരു പാർട്ട് 2 കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് നാളെ നൈറ്റിനുള്ളിലിടും. അപ്പോൾ മറ്റന്നാൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി കിട്ടും. 6th എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ നോക്കണേ. അപ്പോൾ താങ്ക് യു കേട്ടോ.